ഈ രാജ്യദ്രോഹം പിടിക്കപ്പെട്ടാൽ തനിക്ക് ലഭിക്കാവുന്ന ശിക്ഷ എത്രമാത്രം ക്രൂരമായിരിക്കുമെന്ന് കൃത്യമായിട്ടും ഇയാൾക്കറിയാം. ഇയാൾ അറിയാതെയല്ല ചെയ്തത്. അതുകൊണ്ട് എത്തേണ്ടിടത്ത് തന്നെ കക്ഷി എത്തും എന്ന് ഏതാണ്ട് ഉറപ്പാണ്. നമ്മള് 2-3 ദിവസമായി കേൾക്കുന്ന ഒരു പേരുണ്ടല്ലോ, ജ്യോതി മൽഹോത്ര. നിങ്ങൾ വേറൊരു കാര്യം ശ്രദ്ധിച്ചോ? NIA ഉദ്യോഗസ്ഥരെ, IB ഉദ്യോഗസ്ഥരെ, CRPF ഉദ്യോഗസ്ഥരെ, അതുപോലെ ടെറിട്ടോറിയൽ ആർമി ആണെങ്കിലും ഇനി അങ്ങനെയുള്ള പിന്നെ മീഡിയ പ്രവർത്തകരെ, എത്ര ആളുകളിലേക്കാണ് പാകിസ്ഥാൻ വലവിരിച്ച് കാത്തിരിക്കുന്നതെന്ന് നോക്കിക്കേ. നമ്മുടെ രാജ്യത്തെ തകർക്കാൻ ഒരാളെ ഇല്ലാതാക്കണമെങ്കിൽ ഏറ്റവും എളുപ്പം ആ കുടുംബത്തിനകത്തുള്ളവരെ അല്ലേ ഇല്ലാതാക്കേണ്ടത്. ഒരാളെ ഇല്ലാതാക്കണമെങ്കിൽ അയാളുടെ കുടുംബത്തിൽ നിന്ന് ഒരാളെ വിലക്കെടുത്തി അടർത്തി മാറ്റിയാൽ മതി. കാരണം അയാൾക്കറിയാം ഇവരുടെ ബലവും ദൗർബല്യവും. എളുപ്പമല്ലേ? അതുകൊണ്ട് നമ്മുടെ രാജ്യത്തിന്റെ നേട്ടവും കോട്ടവും കൃത്യമായി അറിയുന്ന ആളുകളെ തന്നെ പാകിസ്ഥാൻ പണം കൊടുത്ത് അടർത്തി മാറ്റിക്കൊണ്ടിരിക്കുക. ഒരിക്കലും പാകിസ്ഥാന്റെ കഴിവല്ലത്, പാകിസ്ഥാന്റെ മികവുമല്ലാതെ, മറിച്ച് ഈ ഇരകളാക്കപ്പെട്ട ആളുകളുടെ കഴിവുകേടു മാത്രമാണ്. അല്ലേ? കുറച്ച് പണം കണ്ടാൽ ഉടനെ സ്വന്തം രാജ്യത്തെ ഒറ്റുകൊടുക്കാൻ തയ്യാറാകുമോ? ഇവര് നാളെ കുറച്ചും കൂടെ കൂടുതൽ പണം കിട്ടിക്കഴിഞ്ഞാൽ പാകിസ്ഥാനെ ഒറ്റുകൊടുക്കുമല്ലോ വേറൊരു രാജ്യത്തിന്. അല്ലേ? അങ്ങനെ തന്നെ മനസ്സിലാക്കത്തുള്ളൂ. അങ്ങനെ പാകിസ്ഥാൻ ഇന്റലിജൻസ് ഓപ്പറേറ്റേഴ്സിന് തന്ത്രപ്രധാനമായിട്ടുള്ള വിവരങ്ങൾ ചോർത്തി നൽകിയതിന്റെ പേരിലാണല്ലോ ഈ യൂട്യൂബറായിട്ടുള്ള ജ്യോതി മൽഹോത്ര അറസ്റ്റിലായത്. ലാഹോറിലെ അനാർക്കലി ബസാറിലെ AK-47 റൈഫിളുകളുമായി 6 പേരുടെ സുരക്ഷയിലാണ് ജ്യോതി മൽഹോത്ര സഞ്ചരിക്കുന്നത്. യൂട്യൂബർ, വ്ലോഗ് ചെയ്യുന്ന ആളാണ്, 3 ലക്ഷത്തിൽ പരം സബ്സ്ക്രൈബേഴ്സ് ഉള്ള ആളാണ്. അപ്പൊ 6 പേര് റൈഫിളുകളുമായി ഇവർക്കിങ്ങനെ സുരക്ഷാ കവചം ഒരുക്കുന്നെങ്കിൽ ആരാണിവർ? ഇവരെ ആരാണ് കൊല്ലാൻ ശ്രമിക്കുന്നത്? ഇവരെവിടെയാണ് യാത്ര ചെയ്തത്? പാകിസ്ഥാനില്. ഇത് സോഷ്യൽ മീഡിയ കാലഘട്ടമല്ലേ? എന്തൊക്കെ എവിടെയൊക്കെ കൊണ്ടുപോയി ഒളിപ്പിച്ചു വെച്ചാലും ശരി, സോഷ്യൽ മീഡിയയിൽ ഉണ്ടാകും. അത് തോണ്ടിയെടുത്ത് സമർത്ഥന്മാര് കൊണ്ടുവന്ന് ഒട്ടിച്ചു വെക്കും. മുമ്പ് പറഞ്ഞത് ഇങ്ങനെ ആയിരുന്നില്ല കേട്ടോ. അഭിപ്രായം മാറിയല്ലേ? അല്ല, മുമ്പ് ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല. ഉണ്ടെന്നേ, ഇതാ അത് കേട്ടു നോക്കുന്നത്. നമ്മൾ മറന്നാലും സോഷ്യൽ മീഡിയ മറക്കില്ല. പറഞ്ഞതെല്ലാം ഇതിനകത്തുണ്ടാവും. പാകിസ്ഥാനിൽ യാത്ര ചെയ്യുകയായിരുന്ന ഒരു സ്കോട്ടിഷ് യൂട്യൂബറുടെ വ്ലോഗിലാണ് ജ്യോതി മൽഹോത്രയും കൂട്ടരും പ്രത്യക്ഷപ്പെടുന്ന വീഡിയോ പുറത്തു വരുന്നത്. കല്ലം അബ്രോഡ് എന്ന ഒരു യൂട്യൂബ് ചാനലിന്റെ ഉടമയായിട്ടുള്ള കല്ലം മിൽ മാർച്ചില് പാകിസ്ഥാൻ സന്ദർശിക്കുകയായിരുന്നു. അങ്ങനെ ലാഹോറിലെ അനാർക്കലി ബസാറില് അയാൾ ചിത്രീകരിച്ച ഒരു വീഡിയോയിൽ തോക്കുധാരികളായിട്ടുള്ള സിവിലിയൻ വേഷത്തിലുള്ള പോലീസുകാരുടെ കൂടെ ഈ ജ്യോതി മൽഹോത്ര കടന്നു വരുന്ന വിഷ്വല് കിട്ടിയിട്ടുണ്ട്. അവര് പോലും ചിന്തിച്ചിട്ടുണ്ടാകത്തില്ല ഇതൊരിക്കലും ആരും കാണത്തില്ല എന്നാണ് പ്രതീക്ഷിച്ചത്. പാകിസ്ഥാനിൽ ആദ്യമായിട്ടാണോ? ഇന്ത്യയിൽ വന്നിട്ടുണ്ടോ ഇതിനു മുമ്പ്? ഇതൊക്കെ ഈ ജ്യോതി കല്ലമിനോട് ചോദിക്കുന്നുണ്ട് വീഡിയോയിൽ. തിരിച്ച് പാകിസ്ഥാന്റെ ആതിഥ്യ മര്യാദയെ കുറിച്ച് ചോദിച്ചപ്പോൾ വളരെ മികച്ചതാണ് എന്ന് അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം ജ്യോതി മറുപടി നൽകുന്നുണ്ട് ആ വീഡിയോയിൽ. ജ്യോതി നടന്നു നീങ്ങുമ്പോ ആയുധധാരികൾ അവരോടൊപ്പമുണ്ട് എന്ന് കല്ലം മനസ്സിലാക്കുന്നു. എല്ലാ സുരക്ഷയും ഉള്ള വ്യക്തിയാണ് അവര്. 6 തോക്കുധാരികളാണ് അവരെ ചുറ്റിപ്പറ്റിയുള്ളത്. ഇത്രയും തോക്കുധാരികളുടെ ആവശ്യം എന്താണ്?
കല്ലം ആ വീഡിയോയിൽ ചോദിച്ചിടുന്നതാണ് ഇന്നിപ്പോൾ NIA എടുത്തിട്ട് ജ്യോതിയെ കാണിച്ചിട്ട് ചോദിക്കുന്നത്. പറ, ഒന്നും ചോദിക്കാനില്ല, അങ്ങോട്ട് പറഞ്ഞാൽ മതി ബാക്കിയെന്ന്. ഇപ്പോ സ്കോട്ടിഷ് യൂട്യൂബറുടെ വീഡിയോയില് ജ്യോതി മൽഹോത്രയോടൊപ്പം വിനോദസഞ്ചാരികളെ പോലെ തോന്നിക്കുന്ന മറ്റു ചിലരും കൂടിയുണ്ട്. അവരിനിയും ഇന്ത്യയിൽ നിന്ന് തന്നെ ഇവര് കൊണ്ടുപോയ ആളാണോ? വേറെയും പലരെയും ജ്യോതി മൽഹോത്ര പാകിസ്ഥാന് റിക്രൂട്ട് ചെയ്തിട്ടുണ്ടോ? സ്കോട്ടിഷ് യൂട്യൂബറുടെ വീഡിയോ പുറത്തു വന്നതോടെ ജ്യോതി മൽഹോത്രയ്ക്ക് ചുറ്റും AK-47 ആയുധധാരികളായ ആളുകൾ എന്തിനാണ് എന്ന ചോദ്യമുണ്ട്. അവർക്കൊപ്പമുള്ളത് ആരാണ്? ഒരുപാട് ചോദ്യങ്ങൾ, ദുരൂഹതകൾ, സംശയങ്ങൾ ഉയരുന്നു. ഈ ജ്യോതി മൽഹോത്രയുടെ പാകിസ്ഥാൻ യാത്രകളിൽ അവർക്ക് ലഭിച്ച സ്വീകരണവും സുരക്ഷയും സംശയം വർദ്ധിപ്പിക്കുന്നുണ്ട്. സ്കോട്ടിഷ് യൂട്യൂബറുടെ വീഡിയോ പാകിസ്ഥാൻ സുരക്ഷ, രഹസ്യാന്വേഷണ ഉദ്യോഗസ്ഥർ, ഉന്നത പാർട്ടികളിലേക്ക് അവരെ ക്ഷണിച്ചിരുന്നതായും ഇന്ത്യയിൽ തിരിച്ചെത്തിയതിനു ശേഷവും അവരുമായി ബന്ധം തുടർന്നതായും പോലീസ് റിപ്പോർട്ടിലുണ്ട്. അപ്പൊ പാകിസ്ഥാൻ ഉദ്യോഗസ്ഥർക്ക് എന്ത് വിവരങ്ങളാണ് ഇവർ ചോർത്തി നൽകിയത്? അത് അന്വേഷിക്കണമല്ലോ. അവരുടെ ഡിജിറ്റൽ ഉപകരണങ്ങൾ ഇപ്പോൾ NIA പരിശോധിച്ചു കൊണ്ടിരിക്കുകയാണ്. ഈ ജ്യോതി മൽഹോത്രയുടെ സാമ്പത്തിക കാര്യങ്ങളും അന്വേഷിക്കുന്നുണ്ട് NIA. വരുമാനത്തിന് അനുസൃതമല്ലാത്ത ആഡംബര ജീവിത ശൈലിയാണ് ഇവർ സ്വീകരിച്ചിരുന്നതെന്ന് പോലീസ് കണ്ടെത്തി. അവരെപ്പോഴും ഫസ്റ്റ് ക്ലാസ് വിമാനങ്ങളിൽ മാത്രമേ യാത്ര ചെയ്യൂ, അവിടെ അവർ താമസിക്കൂ. ആഡംബര ഭക്ഷണശാലകളിൽ നിന്നും മാത്രമേ അവർ ഭക്ഷണം കഴിക്കൂ. VIP പരിഗണന ലഭിച്ച പാകിസ്ഥാനിൽ നിന്നും മടങ്ങിയെത്തിയ ഉടൻ തന്നെ ഈ ജ്യോതി മൽഹോത്ര ചൈനയിലേക്ക് പോയി. അവിടെയും അവർ ആഡംബര കാറുകളിലാണ് യാത്ര ചെയ്യുന്നത്. വില കൂടിയ ആഭരണശാലകളാണ് സന്ദർശിച്ചത്. ഇതൊക്കെ പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോ ജ്യോതി മൽഹോത്ര വെറുമൊരു യൂട്യൂബറാണ്, വ്ലോഗറാണ്. അപ്പോൾ ഇവർക്ക് എവിടെ നിന്നാണ് ഈ രൂപത്തിലുള്ള ആഡംബരം കാണിക്കാനുള്ള പണം? ഇപ്പൊ 3 ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ഉള്ള ഒരാളിന് എത്ര രൂപയായിരിക്കും വരുമാനം കിട്ടുന്നത്? അത് വ്യൂവേഴ്സിന് അനുസൃതമായിട്ടാണ്. അവരുടെ വീഡിയോകൾക്ക് ശരി ഒരുപാട് കാഴ്ചക്കാരുണ്ടായിരിക്കാം, ഓക്കെ, അതൊക്കെ നമ്മൾ സമ്മതിക്കുന്നുണ്ട്. പക്ഷേ എന്നാലും 6ഓളം അംഗരക്ഷകരായ ആയുധധാരികളോടൊപ്പം പാകിസ്ഥാനിലെത്തി ജ്യോതിയുടെ തലച്ചോറിലുള്ളത് അത്രമാത്രം സീക്രട്ട് ആയിരിക്കില്ലേ? ഈ രാജ്യത്തെ തകർക്കാനുള്ള സീക്രട്സ് അതല്ലേ? ജ്യോതി ആ രഹസ്യം പാകിസ്ഥാന് കൊടുത്തിട്ട് തിരിച്ചിന്ത്യയിൽ എത്തുന്നതുവരെ ജ്യോതിക്കൊരു പോറൽ പോലും ഏൽക്കരുത് എന്ന് ആർക്കാണോ ജ്യോതി രഹസ്യങ്ങൾ കൈമാറിയത് അവർക്ക് നിർബന്ധമുണ്ടായിരുന്നു. ശരിയല്ലേ?